പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം അഥവാ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നോക്കാം. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അനുഭവ കഥകൾ തുറന്നു പറഞ്ഞ് സാമൂഹിക പ്രവർത്തകയും സിനിമാ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയാമ്മ. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതം മാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അല്ലെങ്കിൽ 19 വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ. പെൺകുട്ടിക്കത് മതി, ആൺകുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇവളെ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖത്താറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക, അതാർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിക്കും. അതെ, ആ ഇൻട്രസ്റ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ക്ലാസ്സിൽ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ അവർക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ ഇവർ ആക്ട് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ കേസിൽ അവന് സിനിമയോടായിരുന്നു താല്പര്യം. എന്നിട്ട് ഇവരോട് പറഞ്ഞ് നിന്നെ ഒരു ടെലിഫിലിമിൽ അഭിനയിപ്പിക്കാം, അവിടെ ഒരു ടെലിഫിലിമിൻ്റെ ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ പയ്യനെ കൊണ്ടുപോയി. തിരിച്ച് വന്നപ്പോൾ തൊട്ട് ഈ പയ്യന് വല്ലാത്ത ചേഞ്ച് വീട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ കഥ അടച്ചിട്ട് കയറിയിരിക്കുന്നത് കണ്ടിട്ട് ഇവർ നോക്കുമ്പോൾ പയ്യൻ നിസ്കരിക്കുന്നു. മാർക്സിസ്റ്റ് കുടുംബമാണ്. അവിടുത്തെ ഒരു BJP നേതാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അലിയേട്ടനെ വിളിച്ചു, സാറേ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ, സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, അത് വെച്ചിട്ട് പറയാം. പക്ഷെ അതല്ല, അതിനേക്കാൾ നല്ലത് ചിദാനന്ദപുരി സ്വാമിജിയാണ്. നിങ്ങൾ സ്വാമിജിയുടെ അടുത്തേക്ക് മോനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അനഘ ഹർഷൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകും. അനഘ, കേരളത്തിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ലൂസിയാമ്മ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജിഹാദി ശക്തികൾ ഇങ്ങനെ വലവീശി പിടിക്കുകയാണ് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ. മാത്രമല്ല, അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആൺകുട്ടികളെയും ഈ രീതിയിൽ നിർബന്ധിതമായി മതം മാറാൻ പ്രേരിപ്പിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അടിവരയിട്ട് പറയുകയല്ലേ ലൂസിയാമ്മ? ഗൗതം, തീർച്ചയായും. അതായത് കേരള സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലൂസിയാമ്മ. അതായത് കൃത്യമായി തന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ലൂസിയാമ്മ പറയുന്നത്. ലവ് ജിഹാദ് ഉണ്ട്, മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇതിനവർ ഈ വേട്ടയ്ക്ക് ഇരയാക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്നു, അതിനുശേഷം ഇവരെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നു. അങ്ങനെ അല്ലാത്ത പക്ഷം, അങ്ങനെ അതിന് വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തി പോലും മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ലൂസിയാമ്മ പറയുന്നത്. അതിന് കൃത്യമായി അവരുടെ അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ കോഴിക്കോട് വർഷങ്ങൾക്ക് മുൻപ് ഒരു 19 വയസ്സുകാരി CA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മുസ്ലിം യുവാവ് ഈ പെൺകുട്ടിയോട് പ്രണയം നടിക്കുന്നു. ഈ പെൺകുട്ടി പ്രണയത്തിൽ വീഴുന്നില്ല. അതിനുശേഷം പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും ഫോട്ടോയും എടുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മതം മാറിയില്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുമെന്നൊരു ഭീഷണിയാണ് മുഴക്കുന്നത്. അതിനുശേഷം ഇത് വലിയ ചർച്ചയാവുന്നു, വിഷയമാകുന്നു. പിന്നീട് യുവാവിനെതിരെ കേസ് എടുക്കുന്നു. പക്ഷെ ആ കേസ് പിന്നീട് ഈ കേസിൽ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പെൺകുട്ടി മതപരിവർത്തനത്തിന് വിധേയായില്ല. തിരിച്ച് ആ പെൺകുട്ടിക്കൊപ്പം അവരുടെ മാതാപിതാക്കൾ ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി മതപരിവർത്തനത്തിന് വിധേയാകാതെ തിരിച്ചു വന്നത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സമൂഹത്തിൽ കോഴിക്കോടും ഇത്തരത്തിൽ തുടരെ ലവ് ജിഹാദും മതപരിവർത്തനവും നടത്തുന്നുണ്ട്. ഇതിന് പ്രത്യേകമായി ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഇടങ്ങളിലേക്കും, സ്കൂളുകളും കോളേജുകളും അടക്കം ഓരോ ഇടങ്ങളിലേക്കും നുഴഞ്ഞു കയറിക്കൊണ്ട് അത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി അവരോട് പ്രണയാഭ്യർത്ഥന നടത്തും. അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലും. അത് സാധ്യമാക്കി തരാമെന്ന് പറയും, ജോലി നൽകാമെന്ന് പറയും, അതുപോലെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറയും. അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. അതിലൂടെ അവരെ മുതലെടുക്കുന്നു. ശേഷം ഏറ്റവും ഒടുവിലാണ് മതം മാറണം, മതപരിവർത്തനം നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരൂ എന്ന് പറയും. അതിനുശേഷം പ്രതിസന്ധിയിലാകുന്ന പലരും, ഇത്തരത്തിൽ പല പെൺകുട്ടികളും മതപരിവർത്തനത്തിന് ഇരയാകിയിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ലൂസിയാമ്മ തന്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൂസിയാമ്മ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ഇരയായിട്ടുണ്ട്. അങ്ങനെ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വെറും 19 വയസ്സുള്ള ഒരു ആൺകുട്ടി ഇത്തരത്തിൽ
സിനിമാ മോഹവുമായി നടന്ന ഒരു ആൺകുട്ടി ഈ ആൺകുട്ടിയെ മറ്റൊരു മുസ്ലിം സുഹൃത്ത് പരിചയപ്പെടുകയും മതം മാറ്റത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർ പിന്നീട് നിസ്കരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരിതിലേക്ക് തന്റെ കുട്ടി പെട്ടു എന്ന് ഈ വീട്ടുകാർ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ കുട്ടിയുമായി ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ചിദാനന്ദപുര സ്വാമിജിക്ക് അടുത്തേക്ക് എത്തുന്നു. അതിനുശേഷം ഈ കുട്ടി പിന്നീട് ഈ മതപരിവർത്തനത്തിന് വിധേയാകാതെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനെ നിരവധി അനുഭവ കഥകളാണ് ഈ ലൂസിയമ്മ പറയുന്നത്. ഈ ലൂസിയമ്മയെ പോലെ നിരവധി ആളുകൾ ഉണ്ട്. അവർക്കും ഇത്തരത്തിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അവരുടെ ഈ ലൂസിയമ്മ അടക്കമുള്ളവരുടെ അനുഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായ മറുപടി ഇപ്പോൾ ഇതാ സാമൂഹ്യ പ്രവർത്തകയായ ലൂസിയമ്മ പറയുകയാണ്. അവർ നേരിട്ട് തന്നെ ലവ് ജിഹാദിന് ഇരകളാക്കപ്പെട്ട നൂറുകണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജിഹാദി ശക്തികൾ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ലൂസിയമ്മ ജനം ടിവിയോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനഘ ഹർഷൻ.